ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം നിൽക്കുന്നത്. മുന്നൊരുക്കം ചെയ്യുന്നതിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരെ കാട്ടി ഒരു പോരായ്മ പറ്റിയിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രചരണ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ഡിലേ വന്നു. ഇപ്പൊ ഇവിടെ ഉമാ തോമസ് കോടികളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഉമാ തോമസ് നമ്മുടെ വ്യക്തി കോടികൾ ചെലവഴിക്കുന്നല്ല. ഉമാ തോമസിന് വേണ്ടി പ്രചരണത്തിന് ആരൊക്കെ സഹായിക്കുന്നു കോടികളാണ്. കാരണം പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ഇവിടുത്തെ കോർപ്പറേഷൻ ബോർഡുകൾ, മുനിസിപ്പാലിറ്റി ബോർഡുകൾ, എവിടെ നോക്കിയാലും ഇവരുടെ വലിയ വലിയ കട്ടൗട്ടുകൾ, കാര്യങ്ങൾ എന്ന് വേണ്ട. ഞാൻ എന്നെ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത് ഒരു MLA കഴിഞ്ഞ 4 വർഷം കൊണ്ട് പ്രവർത്തിച്ച് ഇത്രയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നതിന് ശേഷം എന്തിനാണ് ഇവർക്ക് ഇത്രയേറെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളതാണ്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. എന്നാൽ അതിൻ്റെ 1/3 പോലും നമ്മളാരും ചെലവഴിച്ചിട്ടില്ല. തൃക്കാക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ നിലവിൽ ചെലവ് ഏറ്റവും കുറച്ച് ചെയ്തേക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഞാനാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. തീർച്ചയായിട്ടും ഒരുപക്ഷെ മുന്നൊരുക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. സ്ഥലത്തേക്ക് എത്താനും ഈവൻ നമ്മുടെ വോട്ടർ പട്ടികയൊക്കെ കുറച്ചുകൂടെ വിശദമായി പഠിക്കാനൊരു സമയം കിട്ടിയാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ 2020 കുറച്ച് പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പൊട്ടുന്നോ എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ.